അതെ, ഇന്ന് മെയ് 21 ആണ്. ലാലേട്ടൻ്റെ ബർത്ത്ഡേയാണ്. ദൃശ്യം 3 ഇറങ്ങുന്ന ദിവസമാണ്. അപ്പം നമ്മൾ ബർത്ത്ഡേ പ്രമാണിച്ച് നമ്മൾ ആദ്യമേ പോയി ആ സിനിമയും കാണുക. അങ്ങനെ ഞാൻ ചിക്കൻ വെച്ചിരുന്നു. ചായ ഇട്ട് ബെറോട്ട വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞു. വായി നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ചായ തിളച്ചു. അപ്പോൾ ചായയ്ക്ക് ഇങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. എവിടെയെങ്കിലും നോക്കിക്കൊണ്ടിരിക്കുമ്പോഴേക്കും തിളയ്ക്കുന്നത്. ബെറോട്ടയും ചിക്കനും ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് എന്തോ ബെറോട്ടയും സാമ്പാറിനോടെ ഭയങ്കര പ്രേമ ഹോ ഗയ. ഞാൻ പിന്നെ സൈഡ് ഡിഷ് പോലെയാണ് ചിക്കൻ ഉപയോഗിക്കുന്നത്. അപ്പോഴത്തേക്കും ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറയായിരുന്നു, ഉണ്ണി വ്ളോഗ്സ്, സീക്രട്ട് ഏജൻ്റൊക്കെ പറഞ്ഞു സിനിമ കൊള്ളാമെന്ന്. എനിക്കെന്തോ ഉണ്ണി വ്ളോഗ്സിൻ്റെ റിവ്യൂ ഭയങ്കര റിലേറ്റബിൾ ആണ്. പണ്ട് കോളേജിൽ പഠിച്ച സമയത്ത് ഫിലിം ഫെസ്റ്റിവൽ എങ്ങാണ്ട് ദൃശ്യം കൊണ്ടുപോകണം കാണാൻ കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ പറഞ്ഞപ്പോൾ വീട്ടിലുള്ളവർ പറയുക, ഇല്ലത്തെ അങ്ങനെ പതിവില്ലെന്ന് അറിയില്ലേ, വേളി കഴിഞ്ഞിട്ട് കുട്ടി എന്താ ചെയ്യുക. അതുകൊണ്ട് എന്താ ദൃശ്യം 3 അങ്ങോട്ട് നമ്മൾ മിസ്സാക്കില്ല. അപ്പം നമ്മൾ പീക്കാച്ചുവിൻ്റെ ടാറ്റ ബൈ ബൈ പറഞ്ഞു. ഇപ്പോൾ എൻ്റെ മനസ്സിലുണ്ടെന്ന് വെച്ചാൽ ഗനഗന രാജകുമാരി രാജകുമാരൻ വാണലിരുന്നൊരു മണ്ണിലേക്ക് ദുര. IPL കണ്ടുകൊണ്ടിരുന്ന് ചായ കുടിച്ചില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ പോയി ചായ എടുത്ത് കുടിച്ചു. ഇത് ചേട്ടൻ്റെ ഇത് വാടകയ്ക്ക് എടുത്ത ഡ്രസ്സാണ്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ACയിലെ തണുപ്പൊക്കെ അടിച്ച് പിറ്റേ ദിവസം പനിയും തലദോഷമൊക്കെ വരാറുണ്ട്. പുറത്ത് ദൃശ്യം സിനിമ ഇറങ്ങുന്നതുകൊണ്ടാണെന്ന് പറഞ്ഞു ആ തിയേറ്ററിൻ്റെ പരിസരം മൊത്തം ഭയങ്കര ബ്ലോക്കായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ വന്നപ്പോൾ നല്ല പോപ്കോണിൻ്റെ മണമൊക്കെ അടിച്ച് ഞാൻ കൺട്രോൾ ചെയ്തിരുന്നു. പിന്നെ ഇതൊരു പ്രഹസനമാണ്, 10 പേരെ അറിയിക്കണം നമ്മൾ സിനിമയ്ക്കാണ് വന്നതെന്നുള്ളത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് സെഞ്ചു സാംസൺ എത്ര സ്കോർ ചെയ്തോന്ന് അറിയാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് IPL നോക്കുന്നു. സിനിമ നല്ല ലാഗ് ഉള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് സമയം നോക്കി IPL നോക്കിക്കൊണ്ടാണ് ചേട്ടൻ ഇരുന്നത്. പക്ഷേ എനിക്ക് മൊത്തത്തിൽ പറയാനുള്ളതെന്ന് വെച്ചാൽ സിനിമ മൊത്തത്തിലൊരു ജോർജ് കുട്ടിയുടെ പടമാണെന്ന് പറയാം. ആവറേജിന് മുകളിൽ വന്നോ താഴെ വന്നോന്ന് വെച്ചാൽ എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ചാൽ 2വിനെക്കാളും ബെറ്റർ ആയിരുന്നു. പിന്നെ ദൃശ്യം 2 എനിക്കുണ്ടായിരുന്ന കുറേ ഡൗട്ടൊക്കെ ഇതിൽ പോയെന്ന് വേണം പറയാൻ. സത്യം പറഞ്ഞാൽ ഇത് ഓഡിയൻസിൻ്റെ റെസ്പോൺസൊക്കെ അറിഞ്ഞ് ചെയ്തതുപോലെയാണ് തോന്നിയത്. പിന്നെ ഞാനിങ്ങനെ ആലോചിക്കരുത്, ഇങ്ങനെയൊക്കെയുള്ളൊരു തന്തപ്പൊടിയൊക്കെ ഒരു വീട്ടിലുണ്ടായിരിക്കുമോ? മക്കൾക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും ഇങ്ങനെയൊക്കെ ഒരാൾക്ക് ചെയ്യാൻ പറ്റും? എന്ത് വിൽ പവർ ആയിരിക്കും അയാൾക്ക് ഉണ്ടായിരിക്കണേന്ന് ഞാൻ ആലോചിച്ചു. കുറേ ഡൗട്ടൊക്കെ എനിക്കുണ്ട് കേട്ടോ. ഞാൻ ചെന്ന് ചേട്ടൻ്റെ അടുത്ത് വെച്ച് ചേട്ടൻ പറഞ്ഞു ജിത്തു ജോസഫിൻ്റെ നമ്പർ എടുത്ത് വെച്ച് വിളിച്ച് ചോദിക്കാൻ, അല്ലെങ്കിൽ അസിസ്റ്റൻ്റായിട്ട് പോകാനൊക്കെയാണ് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ ഇതിനെ റീൽസായിട്ടൊക്കെ കട്ട് ചെയ്തിടുന്നവരുടെ പ്രത്യേകം ശ്രദ്ധിക്കും. നിങ്ങളിത് എവിടെ നിന്നൊക്കെ കട്ട് ചെയ്തിടും? എന്നാലും ഇതിൽ കുറച്ച് ട്വിസ്റ്റും ടേൺസൊക്കെ ഉണ്ട്. പിന്നെ ദൃശ്യം 4 വരാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് ഞാൻ ആലോചിച്ചു. വേറെ പണിയൊന്നുമില്ല, അയാളെ വെറുതെ വിട്ടൂടെ. എന്ത് ദ്രോഹാടോ ചെയ്തതെന്ന് സുഭാഷ് പറയും പോലെ. ശരിക്കും ഇനി ജോർജ് കുട്ടിയുടെ ചാറൂടെ പിഴിഞ്ഞെടുക്കാനുള്ള തോന്നുന്നു. 1200 പേര് സ്ക്രീനിൽ വന്നാലും നമ്മുടെ കണ്ണ് മൊത്തം ജോർജ് കുട്ടിയിലായിരിക്കും. അത്രത്തോളം ഇമോഷണലാണ്. ഇനി ആർക്കും ഇത് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടല്ലേ. ഇതിനേക്കാളും 5 വർഷം ജയിലിൽ പോയി കിടക്കണമെന്ന് വരെ തോന്നിപ്പോയി.